നമ്മുടെ ലോകം അത്യാഗ്രഹം കൊണ്ടും കലഹം കൊണ്ടും ഇരുട്ടിലേക്ക് പോകുമ്പോൾ പുരാതന ഭാരതീയ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഒരു പ്രവചനമുയർന്നു വരുന്നുണ്ട്, കേട്ടിട്ടുണ്ടോ? ഹൈന്ദവ വിശ്വാസമനുസരിച്ച് കാലചക്രം 4 യുഗങ്ങളിലൂടെയാണ് കടന്നുപോകുന്നതല്ലേ? അതിൽ തിന്മ ഏറ്റവും കൂടുതലുള്ള നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടമാണ് കലിയുഗം. അപ്പൊ ഈ യുഗത്തിന്റെ അവസാനം ധർമ്മം വീണ്ടെടുക്കാൻ ഒരു ശക്തി വരുമെന്നാണ് പ്രവചനം. അതെ, സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അവസാനത്തെ അവതാരം കൽക്കിയെക്കുറിച്ചുള്ള ആ പ്രവചനത്തിലേക്ക് നമുക്കൊന്നിച്ച് യാത്ര ചെയ്യാം. പുരാണങ്ങൾ കൽക്കിയെ വർണ്ണിക്കുന്നതിങ്ങനെയാണ്. കേൾക്കുമ്പോ തന്നെ ഒരു സിനിമ കാണുന്ന പോലെയില്ലേ? ഇതൊരു സാധാരണ രക്ഷകന്റെ വരവല്ല, ഒരു യുഗത്തിന്റെ തന്നെ അവസാനം കുറിക്കാൻ വരുന്ന, തടയാൻ ആർക്കും കഴിയാത്ത ഒരു ദൈവിക ശക്തി, പ്രപഞ്ചത്തിന്റെ ഗതി തന്നെ മാറ്റിയെഴുതാൻ കഴിവുള്ള ഒരു യോദ്ധാവ്. അപ്പോ ആരാണ് ഈ കൽക്കി? ഹൈന്ദവ വിശ്വാസപ്രകാരം നമ്മൾ ജീവിക്കുന്ന ഈ കലിയുഗമില്ലേ, അതായത് ഈ ഇരുണ്ട കാലഘട്ടം, അതിന്റെ അവസാനം പ്രത്യക്ഷപ്പെടാൻ വിധിക്കപ്പെട്ട ആളാണ് മഹാവിഷ്ണുവിന്റെ 10ാമത്തെ, അതായത് അവസാനത്തെ അവതാരമായ കൽക്കി. അദ്ദേഹത്തിന് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ: ഈ ലോകത്ത് നിറഞ്ഞിരിക്കുന്ന തിന്മയെ തുടച്ചുനീക്കി ധർമ്മം പുനഃസ്ഥാപിക്കുക, അതായത് ശരിയായ ജീവിതരീതിയിലേക്ക് ലോകത്തെ തിരികെ കൊണ്ടുവരിക. മുൻപുള്ള അവതാരങ്ങളിൽ നിന്ന് കൽക്കി എങ്ങനെയാണ് വ്യത്യസ്തനാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം രാമനെയും കൃഷ്ണനെയും പോലെയല്ല കൽക്കി. അവരൊക്കെ മനുഷ്യർക്കിടയിൽ രാജാക്കന്മാരായും വഴികാട്ടികളായും ജീവിച്ചവരാണ്. പക്ഷെ കൽക്കി വരുന്നത് പ്രഭാഷണങ്ങൾ നടത്താനോ ഉപദേശിക്കാനോ അല്ല, കയ്യിലൊരു വാളുമായിട്ടാണ്. അദ്ദേഹം തിന്മയുടെ സംഹാരകനാണ്, പ്രപഞ്ചനീതി നടപ്പാക്കാൻ വരുന്ന തടയാനാവാത്ത ഒരു ശക്തി. പുരാണങ്ങൾ പറയുന്നത് കൽക്കി ജനിക്കുന്നത് ശംഭാല എന്നൊരു ഗ്രാമത്തിലാണെന്നാണ്. ഇന്നത്തെ ഗൂഗിൾ മാപ്പിലൊന്നും തെരഞ്ഞാൽ ഈ സ്ഥലം കിട്ടില്ല. അതൊരു നിഗൂഢമായ ഇടമാണ്. അവിടെ പുരാതന യുദ്ധമുറകളും ദിവ്യജ്ഞാനവുമൊക്കെ അഭ്യസിച്ച് ശരിയായ സമയത്തിനായി കൽക്കി കാത്തിരിക്കുകയാണെന്നാണ് വിശ്വാസം. ശരി, ഇനി നമ്മൾ ഈ പ്രവചനത്തിന്റെ അല്പം അസ്വസ്ഥതയുണ്ടാക്കുന്നൊരു ഭാഗത്തേക്കാണ് കടക്കുന്നത്. അതായത് കൽക്കിയുടെ വരവിനു മുൻപ് ഈ ലോകത്ത് എന്തൊക്കെ അടയാളങ്ങൾ കാണുമെന്നതിനെക്കുറിച്ച്. ഈ ലക്ഷണങ്ങൾ കേൾക്കുമ്പോൾ ഇത് നമ്മുടെ ഇന്നത്തെ ലോകത്തെക്കുറിച്ചാണോ പറയുന്നതെന്ന് നിങ്ങൾക്കൊന്ന് സംശയം തോന്നിയേക്കാം. നമുക്ക് നോക്കാം. ഭാഗവത പുരാണത്തിലും വിഷ്ണുപുരാണത്തിലുമൊക്കെ കലിയുഗത്തിന്റെ അവസാനത്തെക്കുറിച്ച് ചില സൂചനകൾ നൽകുന്നുണ്ട്. അതനുസരിച്ച് ഭരണാധികാരികൾ അഴിമതിക്കാരാവും, അത്യാഗ്രഹം ദയയെ ഇല്ലാതാക്കും, കുട്ടികൾക്ക് മുതിർന്നവരോട് ബഹുമാനമില്ലാതാവും, പുണ്യമായി കരുതുന്നതിനെയെല്ലാം ആളുകൾ പരിഹസിക്കും. ഒരാളുടെ വില നിർണയിക്കുന്നത് അയാളുടെ ജ്ഞാനമല്ല, മറിച്ച് സമ്പത്തായിരിക്കും. ഒരു നിമിഷമൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഇന്ന് നമുക്ക് ചുറ്റും കാണുന്ന കാര്യങ്ങളുമായിട്ട് ഇതിനെന്തെങ്കിലും സാമ്യമുണ്ടോ? അഴിമതി, സമൂഹത്തിൽ കാണുന്ന മൂല്യച്യുതി, ഒരുതരം ആത്മീയ ശൂന്യത. ഈ പുരാതന പ്രവചനങ്ങൾ ഒരു കണ്ണാടി പോലെ നമ്മുടെ ഇന്നത്തെ ലോകത്തെയാണോ കാണിച്ചു തരുന്നത്? എന്നാൽ ഒരു ചോദ്യമുണ്ട്. ഇങ്ങനെയൊരു യുഗാന്ത്യ രക്ഷകൻ എന്ന ആശയം ഹിന്ദുമതത്തിൽ മാത്രമുള്ള ഒന്നാണോ? അതോ ലോകം അധപ്പതിക്കുമ്പോൾ ഒരു രക്ഷകൻ വരുമെന്ന ഈ ചിന്ത മനുഷ്യന്റെ ഒരു പൊതുവായ സങ്കല്പമാണോ? നമുക്ക് പരിശോധിക്കാം. ഇത് വളരെ രസകരമാണ്. നോക്കൂ, ബുദ്ധമതത്തിൽ ധർമ്മം പുനഃസ്ഥാപിക്കാൻ വരുന്ന മൈത്രേയൻ, ക്രിസ്തുമതത്തിൽ ഒരു യോദ്ധാവായ ന്യായാധിപനായി വെള്ളക്കുതിരപ്പുറത്തു വരുന്ന ക്രിസ്തുവിന്റെ 2ാം വരവ്, ഇസ്ലാം മതത്തിൽ തിന്മയെ പരാജയപ്പെടുത്താൻ വരുന്ന ഇമാം മഹദിയും ഈസാനബിയും. കണ്ടില്ലേ, ഒട്ടുമിക്ക പ്രധാന മതങ്ങളിലും ഇതുപോലെ ഒരു അവസാന രക്ഷകനെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ ഉണ്ട്. ഒരുപക്ഷേ ഏറ്റവും മോശം കാലഘട്ടത്തിലും പ്രതീക്ഷ കൈവിടാതിരിക്കാനുള്ള മനുഷ്യന്റെ ഒരു ആഗ്രഹമായിരിക്കാം ഇതിനു പിന്നിൽ. അപ്പോ കൽക്കിയുടെ യഥാർത്ഥ സ്വഭാവം എന്താണ്? അതിനെക്കുറിച്ച് പലതരം വ്യാഖ്യാനങ്ങളുണ്ട്. കൽക്കി ഒരു വ്യക്തിയാണോ, അതോ ഒരു പ്രപഞ്ച പ്രതിഭാസമാണോ, അല്ലെങ്കിൽ നമുക്കുള്ളിലൊരു ശക്തിയാണോ? നമുക്ക് പ്രധാനപ്പെട്ട 3 തിയറികൾ നോക്കാം. ഇതാണ് ഏറ്റവും പരമ്പരാഗതമായ വിശ്വാസം. അതായത് കൽക്കി ശരിക്കും ശംഭാലയിൽ ജനിക്കുന്ന ഒരു മനുഷ്യനാണ്. ഒരു ദിവ്യയോദ്ധാവായി വളർന്ന് ലോകത്തിലെ തിന്മകളെ ഇല്ലാതാക്കാൻ വാളെടുത്ത് പോരാടാൻ വരും. മനുഷ്യരുടെ കാര്യങ്ങളിൽ ദൈവം നേരിട്ട് ഇടപെടുന്ന ഒരു സങ്കല്പം. ഇനി നമുക്ക് കുറച്ചുകൂടി വ്യത്യസ്തമായൊരു സാധ്യതയിലേക്ക് പോകാം. ചില വേദപണ്ഡിതന്മാർ പറയുന്നത് ഇതൊരു ജ്യോതിശാസ്ത്രപരമായ കോഡാണെന്നാണ്. അവരുടെ വ്യാഖ്യാനത്തിൽ ആ വെള്ളക്കുതിര ഒരു ധൂമകേതുവാകാം, ആ ജ്വലിക്കുന്ന വാൾ ഒരു വലിയ സൗരജ്വാലയോ ഭൂമിയിലേക്ക് വരുന്ന ഉൽക്കയോ ആകാം. അതായത് ഭൂമിയിലെ ജീവൻ റീസെറ്റ് ചെയ്യുന്ന ഒരു വലിയ പ്രപഞ്ച സംഭവം. 3ാമത്തെ സിദ്ധാന്തം, ഒരുപക്ഷെ ഇതാണ് ഏറ്റവും ആഴത്തിലുള്ള ചിന്ത. ഇതനുസരിച്ച് കൽക്കി പുറത്തുനിന്ന് വരുന്ന ഒരാളല്ല, മറിച്ച് അനീതി സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരുമ്പോൾ നമുക്ക് ഓരോരുത്തരുടെയും ഉള്ളിൽ നിന്ന് ഉണരുന്ന ഒരു ദൈവീക ശക്തിയാണ്.
ഒരു ബോധവിപ്ലവമാണ് കൽക്കി. അങ്ങനെയെങ്കിൽ ഈ പ്രവചനത്തിന് വളരെ വ്യക്തിപരമായ ശക്തമായ ഒരു തലം കൂടിയുണ്ട്. ഒരുപക്ഷേ ഈ പുരാണ കഥയുടെ യഥാർത്ഥ അർത്ഥം നമ്മൾ തിരയേണ്ടത് പുറത്തല്ല, നമ്മുടെ ഉള്ളിൽ തന്നെയാവാം. ഏറ്റവും ആധുനികമായ ഈ വ്യാഖ്യാനം നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പുരാണഗ്രന്ഥങ്ങൾ ഒരുപക്ഷെ ആകാശത്തേക്കല്ല വിരൽ ചൂണ്ടിയത്, മറിച്ച് നമ്മുടെയെല്ലാം ഹൃദയത്തിലേക്കായിരുന്നു എന്നാണ്. അപ്പോൾ എപ്പോഴാണ് ഈ കൽക്കി നമ്മളിൽ ഉണരുന്നത്? ചുറ്റും പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും നിങ്ങൾക്ക് വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ, മറ്റുള്ളവർ നല്ലതിനെ പുച്ഛിക്കുമ്പോൾ നിങ്ങൾ അതിനെ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ പോലും ശരിയുടെ പക്ഷത്ത്, ധർമ്മത്തിന്റെ പക്ഷത്ത് ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ, അപ്പോൾ കൽക്കി നിങ്ങളിൽ ഉണരുകയാണ്. അപ്പോൾ നമ്മൾ ചോദിക്കേണ്ട യഥാർത്ഥ ചോദ്യം ഇതല്ല, കൽക്കി കെട്ടുകഥയാണോ യാഥാർത്ഥ്യമാണോ എന്നല്ല, മറിച്ച് ലോകം ഇരുട്ടിലാകുമ്പോൾ, അനീതി കൊടികുത്തി വാഴുമ്പോൾ, നിങ്ങളുടെ ഉള്ളിൽ നിന്നൊരു വിളി വരുമ്പോൾ നിങ്ങളതിനു ഉത്തരം നൽകുമോ എന്നതാണ്. ഒരുപക്ഷേ നിങ്ങൾ കൽക്കിയെ കാണാൻ കാത്തിരിക്കേണ്ട ആളല്ല, മറിച്ച് കൽക്കിയായി മാറേണ്ട ആളായിരിക്കാം. ഈ ഒരു ചിന്തയോടെ ഈ വിവരണം ഇവിടെ നിർത്തുന്നു.